Hi friends, today we are going to discuss about our first poem. നമ്മുടെ ആദ്യത്തെ പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പോമിന്റെ ടൈറ്റിൽ എന്താണ്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. അല്ലെ, നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന ഒരു കവിതയാണ് കേട്ടോ. പ്രകൃതിയിലോട്ട് നമ്മൾ അങ്ങ് ഇറങ്ങിച്ചെന്ന് അതിലങ്ങ് അലിഞ്ഞു പോകാൻ പോകുന്ന ഒരു കവിതയാണ് നമുക്കുള്ളത്. വളരെ മനോഹരമായിട്ട്, വളരെ സിമ്പിൾ ലാംഗ്വേജോട് കൂടിയിട്ട് വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. കവിതയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പോയറ്റിക് ഡിവൈസസ് ഒന്ന് നോക്കാം അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോമിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു പോയറ്റിക് ഡിവൈസസ് ആണ് ഇമേജസുകൾ കേട്ടോ. ഒരുപാട് ഇമേജസുകൾ ഇതിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനു മുമ്പായിട്ട് ഇമേജസ് ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് പോയറ്റിക് ഡിവൈസസ്, മറ്റ് പോയറ്റിക് ഡിവൈസസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമേജസിന്റെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാന്ന് നോക്കാം. അത് 5 ടൈപ്സ് ആണ് അല്ലേ. 5 ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉള്ളത് മക്കൾസ് ഒന്ന് പറഞ്ഞേ, എത്ര സെൻസ് ഓർഗൻസ് ഉള്ളത്? 5 സെൻസ് ഓർഗൻസ്. ഏതൊക്കെയാണ്? ഐസ്, നോസ്, ദെൻ ഏതാണ്, ടങ്, ഇയർ, ദെൻ സ്കിൻ അല്ലേ. ഇതാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇമേജസ് ഉള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോയംസിലൊക്കെ അവർ ഇത് ആഡ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഓഡിറ്ററി വിഷ്വലൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്, അവർ നേരിട്ട് ഫീൽ ചെയ്ത് നമുക്ക് പറഞ്ഞു തരാം അല്ലേ. അപ്പൊ നമുക്കത് അതുപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇമേജസുകൾ അവർ ആഡ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, വിഷ്വൽ ഇമേജ്. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സീ ആണ് കേട്ടോ, ഐ മീൻ സൈറ്റ് ആണ്, കാണുകയാണ് കേട്ടോ. എങ്ങനെയാ, ഐസ്, നമുക്ക് ഐസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഐസ് എന്ന് പറയുന്ന സെൻസ് ഓർഗൻസ് ആണ് ഇവിടെ നോക്കുന്നത്. ഓഡിറ്ററി മീൻസ് എന്താണ് മക്കളെ? ഹിയർ ആണ് കേട്ടോ. എന്താണ് ഹിയർ? ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇയർ ആണ് യൂസ് ചെയ്യുന്നത്, ഐ മീൻ ചെവി എന്ന് പറയുന്നത്. ദെൻ ടാക്ട്. ടാക്റ്റിൽ ഏതാണ് മക്കളെ? ടച്ച് ആണ് കേട്ടോ. എന്താണ് ടച്ച്? എന്താണ് ടച്ച്? ടച്ച് എന്ന് പറയുന്നത് ആ ടാക്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ടി എന്ന് ഓർത്താൽ മതി കേട്ടോ. ടച്ച് എന്ന് ഓർമ്മ വരും കേട്ടോ. ടച്ച് മീൻസ് എന്താണ്? സ്കിന്ന് അല്ലേ, സ്കിന്നാണ് കേട്ടോ അവിടെ നോക്കുന്നത്. ദെൻ ഓൾ ഫാക്ടറി ഇമേജസ്. ഓൾ ഫാക്ടറി ഇമേജസ് മീൻസ് എന്താണ് മക്കളെ? സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് ഏതാണ്? നോസ്. എന്താണ്? നോസ്. ഓക്കെ. ദെൻ ഗസ്റ്റാക്ടറി ഇമേജസ്. എന്താണ് ഗസ്റ്റാക്ടറി ഇമേജസ് പറയുമ്പോൾ എന്താണ് മക്കളെ? അത് ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് വളരെ കമ്മി ആയിരിക്കും കേട്ടോ. ടേസ്റ്റ് മീൻസ് ടാങ്. അപ്പൊ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഫീലിങ്സുകളാണ് ഈ കാണുന്ന ഇമേജസ് ഉള്ളത്. നോക്കാം. വിഷ്വൽ ഇമേജസ് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണാൻ കഴിയുന്നത് അല്ലേ, നമുക്ക് കാണാൻ കഴിയുന്ന ഇമേജസുകൾ ഉണ്ടാവും അല്ലേ. ഒരു പുഴ ഒഴുകുന്നു എന്നൊക്കെ നമ്മളൊരു കവിതയിൽ കണ്ട് നമ്മൾ വിഷ്വൽ ഇമേജസ് ആയിട്ട് നമുക്ക് എന്ത് കാണും? ആ അരുവി, പുഴ എങ്ങനെ ഒഴുകുന്നതായിട്ട് നമുക്ക് വിഷ്വൽ ഇമേജസ് കിട്ടും അല്ലേ. നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് കിട്ടും. ദെൻ ഓഡിറ്ററി ഇമേജ് അല്ലേ, തണ്ടർ സൗണ്ടോട് കൂടിയിട്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇടിമുഴക്കത്തിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദം നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്ററി ഇമേജ് കിട്ടും. ദെൻ ടാക്റ്റിൽ ഇമേജ്. എന്താണ് ടാക്റ്റിൽ ഇമേജ്? ടച്ച് ചെയ്യാൻ കഴിയുന്നത്, ഐ മീൻ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് ചെയ്യാൻ കഴിയും അല്ലേ. ഫ്ലവറിന്റെ ഒക്കെ ഭംഗിയൊക്കെ മനോഹരാദിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടച്ച് ചെയ്യാൻ കിട്ടും അല്ലേ. ദെൻ ഓൾ ഫാക്ടറി ഇമേജസ്. അതെന്താണ് മക്കളെ? സ്മെല്ലാണ് കേട്ടോ. നമുക്ക് സ്മെല്ല് ചെയ്യാൻ കഴിയുന്നത്, അതും ഫ്ലവറൊക്കെ തന്നെ കേട്ടോ. ഫ്ലവറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മെല്ല് ചെയ്യാൻ കഴിയുന്ന ഫീലിങ്സുകളാണ് കേട്ടോ. ഈ ടച്ച് ചെയ്യുന്ന ഫീലിങ്സിൽ അതുപോലെ നമ്മുടെ ബ്രീസ് ഇല്ലേ, കാറ്റ്, ബ്രീസ് എയർ ഒക്കെ വരും. നമ്മുടെ ഇനി വരാൻ പോകുന്ന പോമിലൊക്കെ ഉണ്ട് ബ്രീസ് എയർ അല്ലേ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാറ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ, സ്പർശിക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് അല്ലേ. നമ്മുടെ സ്കിന്നും അതിങ്ങോട്ട്, നമ്മൾ അങ്ങോട്ട് സ്പർശിക്കുക മാത്രമല്ല സ്കിന്നിന് ഫീൽ ചെയ്യാൻ കഴിയും. നല്ല ഹോട്ടായിട്ടുള്ള ചൂടൊക്കെ നമുക്ക് സ്കിന്നിന് ഫീൽ ചെയ്യാൻ കഴിയും അല്ലേ. അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ടച്ച്. ഉദ്ദേശങ്ങൾ തൊടുക മാത്രമല്ല, സ്കിന്നിന് ഫീലിങ്സുകൾ അല്ലെ, ഫീൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ടാക്റ്റൈൽ ഇമേജിലാണ് വരുന്നത് കേട്ടോ. ദെൻ സ്മെല്ല്. ഓൾ ഫാക്ടറി ഇമേജസ് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. മീൻ നോസിന്റെ ഒക്കെ സ്മെല്ല്, മണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. ചില പൂക്കളുടെ മണത്തിനെ കുറിച്ചൊക്കെ അവർ അങ്ങേ തലം വരെ വർണ്ണിക്കുമ്പോൾ അത് നമുക്ക് എന്താണ്? ഓൾ ഫാക്ടറി ഇമേജസ് ആണ് കേട്ടോ. ദെൻ ഗസ്റ്റേറ്ററി ഇമേജസ്. എന്താണ് ഗസ്റ്റേറ്ററി ഇമേജസ്? ഗസ്റ്റേറ്ററി ഇമേജസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് വളരെ കുറവായിരിക്കും. ഓക്കെ. സോ പോയട്രി ഡിവൈസസിൽ വരുന്ന ഇമേജസുകൾ ഏതൊക്കെയാണ്? വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ടാക്റ്റൈൽ ഇമേജസ്, ഓൾ ഫാക്ടറി ഇമേജസ്, ഗസ്റ്റ് ഫാക്ടറി ഇമേജസ് അല്ലെ. ഇനി വരാൻ പോകുന്ന പോയത്തിൽ ഇതിലൊരുവിധം എല്ലാതും ഈ ഓൾ ഫാക്ടറി ഇമേജസ്, ടാക്റ്റൈൽ, ഓഡിറ്ററി, വിഷ്വൽ ഇമേജസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ ഈ
നമ്മുടെ ഇനി എടുക്കാൻ പോകുന്ന വരാൻ പോകുന്ന നമ്മുടെ വേർഡ്സ്വർത്തിന്റെ ഈ പോമിലും അതുപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പോമിലും ഇങ്ങനെയുള്ള ഇമേജസുകൾ ഒരുപാട് കയറി വരുന്നുണ്ട് കേട്ടോ. സോ ഇത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് ടച്ച് ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോമിലോട്ട് കിടക്കാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലെ മക്കളെ. ഇത് എന്തിനെ കുറിച്ചുള്ള പോമാണെന്ന് ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് ഇതൊരു പോയം നാച്ചുറലാണ് അല്ലേ, പ്രകൃതിയെ കുറിച്ചുള്ള ഒരു പോമാണ് അല്ലേ. വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വില്യം വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിക് പോയറ്റായിരുന്നു അല്ലേ. റൊമാൻറ്റിക് പീരീഡിലെ ഒരു വൺ ഓഫ് ദ മെയിൻ പോയറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു കാലഘട്ടം അറിയുന്ന രീതിയിലോട്ടുള്ള ഒരു പോയറ്റായിരുന്നു അല്ലേ. അദ്ദേഹം കോളറിഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു കവിയും കൂടെ ഒന്നിച്ചായിരുന്നു കവിതകൾ എഴുതാറുണ്ടായിരുന്നത്. ആ സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നിച്ചായിരുന്നു. പിന്നെ ഒരു ലിറിക്കൽ ബഡാലും പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ എഴുതിയതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആശയങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് കവിതകൾ സെപ്പറേറ്റ് എഴുതി തുടങ്ങിയത്, വില്യം വേർഡ്സ്വർത്ത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും എന്തായിരിക്കും, നാച്ചുറലായിട്ട് പ്രകൃതിയുമായിട്ട് ഇങ്ങോട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള അല്ലെ കവിതകളായിരിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഈ നാച്ചുറൽ പ്രകൃതി അങ്ങ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും. അത്രയും പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളായിരിക്കും. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള കോമൺ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്യുക. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പണ്ടത്തെ റൈറ്റേഴ്സിൻ്റെയൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവരുടെ പോംസ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതകൾ. അത് വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവുന്ന, കോമൺ മാൻസുകൾക്ക് മനസ്സിലാവുന്ന, കോമൺ പീപ്പിൾക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിരുന്നതും. അതുപോലെ പ്രകൃതി വിട്ടിട്ടുള്ളൊരു കളിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നാച്ചുറൽ പോയറ്റ് അല്ലേ, പോയറ്റ് ഓഫ് നാച്ചർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ. പ്രകൃതിയുടെ ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും എപ്പോഴും പരിഗണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും മനോഹരമായിട്ട് പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു ചാപ്റ്റർ ആണല്ലോ, ഇപ്പോൾ ഒരു പോമാണിത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കിയിട്ട് വരാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം. ഈ പോം എഴുതുമ്പോൾ ഈ ഒരു മീനിങ്ങിൽ മാത്രമല്ല, അല്ലാത്തൊരു മീനിങ്ങും ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. കാരണം ഈ പോം എഴുതുന്ന ടൈമിലൊക്കെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഇങ്ങനെ അതിൻ്റെ അങ്ങേയറ്റ തലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഫ്രഞ്ച് വിപ്ലവം കാരണം ആളുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതും കൂടെ ഇതിൽ കാണാം അല്ലേ. ആ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ അദ്ദേഹം ഒരു സൈഡിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതിയെ മനോഹരമായി വർണ്ണിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെയും കൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ടിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. Humankind is always in search of happiness that is far beyond its reach. Beyond its reach. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ മനുഷ്യർക്ക് ഒരു സ്വഭാവം ഉണ്ട് അല്ലേ. ഇപ്പോൾ ഹാപ്പിനെസ് തേടിക്കൊണ്ടിരിക്കും നമ്മൾ അല്ലേ. സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. പ്ലഷർ അല്ലേ, ഹാപ്പിനെസ് അല്ലേ. പണ്ടത്തെ കാലഘട്ടം പോട്ടെ, ഇപ്പോഴുള്ള തലമുറ കംപ്ലീറ്റ് എന്താ, ഇപ്പോഴും ടൂർ അല്ലേ. എപ്പോഴും പുറത്ത് പോവുക, ടൂർ പോവുക, കേരളം കറങ്ങുക, ഇന്ത്യ കറങ്ങുക, ലോകം കറങ്ങുക, പോയി എന്തിലും ഓവർ പ്ലഷർ, സന്തോഷങ്ങൾ ഇങ്ങനെ കിട്ടിയാലും പോരാ, പിന്നെയും അതിനപ്പുറം അല്ലെ, അവർക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറം എന്ത് ചെയ്യാണ്, വീണ്ടും സന്തോഷങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ ഹ്യൂമൻ മൈൻഡ്സ്. ഹ്യൂമൻ മൈൻഡ് ഈസ് ഓൾവേസ് സെർച്ച് ഫോർ ഹാപ്പിനെസ് ദാറ്റ് ഈസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് റീച്ച് അല്ലേ. നമ്മൾക്ക് എത്താൻ കഴിയുന്നതിനും അപ്പുറമുള്ള സന്തോഷങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, തേടി പോകുന്നൊരു ആളുകളാണ് ആര്, നമ്മൾ പറയുന്ന ഹ്യൂമൻ മൈൻഡ്സ് അല്ലെ, നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? എന്താണ് ഹാപ്പിനെസിന്റെ സീക്രട്ട് എന്നാണ് ചോദ്യം അല്ലേ. നോക്കാം. റീഡ് ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത് അല്ലേ. ആരുടെ പോമാണ്? വില്യം വേർഡ്സ്വർത്തിന്റെ പോമാണ്. നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ആസ്വദിക്കാം അല്ലേ. Discover how he unfold the world of beauty and happiness. Unfold means എന്താ മക്കളെ, ഫോൾഡ് കാരണം അങ്ങനെ മടക്കില്ല. അപ്പൊ എന്താ, തുറക്കാൻ ശ്രമിക്കുക. എന്താണ് തുറക്കാൻ ശ്രമിക്കുന്നത്? ബ്യൂട്ടിയുടെയും ഹാപ്പിനെസ്സിൻ്റെയൊക്കെ ഒരു ലോകം എങ്ങനെ തുറക്കാം എന്നുള്ളതാണ് അദ്ദേഹം ഡിസ്കവർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലേ. എന്താണ് ലൈൻസ് മീൻസ് ലൈനുകൾ അല്ലേ, റിട്ടൺ എഴുതിയത് ഇൻ ഏർലി സ്പ്രിംഗ് അല്ലെ. ഏർലി സ്പ്രിംഗ്, ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. പുറത്ത് വെസ്റ്റേൺ കൺട്രിയിലൊക്കെ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. നിങ്ങൾ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ എഴുതിയ കുറച്ച് വരികൾ എന്നൊരു മീനിങ് ആണ് അതിനുള്ളത്. ആ മീനിങ് നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പോമിലോട്ട് നോക്കാം. ദെൻ
റൈറ്റർ വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് എഴുതാനൊന്നും വരില്ല, പക്ഷെ വരികയാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരു പോയിന്റ് പറയാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് പോയറ്റ്. ഞാൻ പറഞ്ഞില്ലേ റൊമാൻറ്റിക് പോയറ്റ് ആണ് അല്ലെ. റൊമാൻറ്റിക് പീരീഡിലെ വൺ ഓഫ് ദ മെയിൻ റൈറ്ററാണ്. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ തന്നെ വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് അല്ലെ. നിങ്ങൾ ഓർത്താൽ മതി, റൊമാൻറ്റിക് എന്നൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. റൊമാൻറ്റിക് പോയറ്റ് ആണ് അദ്ദേഹം കേട്ടോ. അദ്ദേഹത്തിന്റെ മെയിൻ റൈറ്റിംഗ് ആണ് ലിറിക്കൽ ബാലഡ്സ്, എ കളക്ഷൻ ഓഫ് പോംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളറിഡ്ജ് അല്ലെ. ഞാൻ പറഞ്ഞു കോളറിഡ്ജും വേർഡ്സ്വർത്തും ഭയങ്കര ഒരു ടീമായിരുന്നു അല്ലെ. അവരിങ്ങനെ ഇപ്പൊ നമ്മൾ ഫിലിംസിലൊക്കെ കാണാറില്ല, ചില ആളുകൾ ടീമായിട്ട് ഇരുന്നിട്ടാണ് സ്റ്റോർ ചെയ്താറല്ലേ. 1-2 പേരൊക്കെ ഒന്നിച്ച് തിരക്കഥ ചെയ്താറുണ്ട്. അതേപോലെ തന്നെയായിരുന്നു അവര് 2 പേരും ഒന്നിച്ചായിരുന്നു അധികം റൈറ്റിങ്സും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് ചില ആശയവ്യത്യാസത്തിന്റെ പേരിലൊക്കെയാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞ് എഴുതിയത്. ഓക്കെ, സാമുവൽ ടൈലർ കോളറിഡ്ജ് മേഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ അല്ലെ. അവർ 2 പേരുമായിരുന്നു ആ ഒരു ടൈമിലെ ഒരു മേജർ ആളുകൾ എന്ന് പറയുന്നത്. ഹി ബിക്കം പോയറ്റ് ലോറിയേറ്റ് ഇൻ 1843 അല്ലെ. എന്താണ് ഈ ലോറിയേറ്റ് എന്ന് പറയുന്നത്? എന്താ ഈ ലോറിയേറ്റ് എന്ന് പറയുന്ന വേർഡ്? നിങ്ങൾക്കിത് പുതിയ വേർഡായിരിക്കും അല്ലെ. ഒരു ജേതാവാണ് അല്ലെ. എന്താണ് സാഹിത്യ പുരസ്കാര ജേതാവ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേർഡാണ് യൂസ് ചെയ്യുക കേട്ടോ. ലോറിയേറ്റ് എന്ന് പറയുന്ന വേർഡ് നോക്കാം. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡാഫോഡിൽസ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡാഫോഡിൽസ് നിങ്ങൾ ഇതിനു മുമ്പ് UP സെക്ഷനിലൊക്കെ വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഡാഫോഡിൽസ്. ദെൻ ലൂസി ഗ്രേ ആൻഡ് ദ പ്രിലൂഡ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്സുകളാണ് കേട്ടോ. ഇൻ സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്, സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ് അല്ലെ. സാധാരണക്കാരുടെ ഒരു ലാംഗ്വേജ് ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. വേർഡ്സ്വർത്ത് പ്രസൻസ് നേച്ചർ ആസ് ആൻ ആന്റിഡോട്ട് ടു ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് സൊസൈറ്റി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ഒരു പ്രതിമരുന്നാണ്. എന്താണ് ഇതാ ആന്റിഡോട്ട് അല്ലെ, ഒരു പ്രതിരോധ ഗുളിക എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. ഒരു മെഡിസിൻ ആണ് എന്ത്, പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യർ ചെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരു കറപ്ഷൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, അതിനെതിരെയുള്ള ഒന്നാണ് എന്ത്, ആന്റിഡോട്ടാണ് നാച്ചർ, പ്രകൃതി എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹീസ് നോൺ ആസ് ദ പോയിറ്റ് ഓഫ് നാച്ചർ അല്ലെ. നിങ്ങൾ എപ്പോൾ ഈ ഒരു പോയിന്റിനെ കുറിച്ച് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഏത് പോയിന്റ്? ഹി ഈസ് നോൺ ആസ് ദ പോയിറ്റ് ഓഫ് നാച്ചർ എന്നും അതുപോലെ ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റും എന്നും അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റാണെന്നും അതുപോലെ പോയറ്റ് ഓഫ് നാച്ചറാണ് അദ്ദേഹത്തെ വിളിക്കുന്നതെന്നും പിന്നെന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ 2-3 റൈറ്റിങ്സ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സെറ്റല്ലേ? ക്ലിയർ? നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അവർ പോം. നമ്മുടെ പോമിന്റെ ആദ്യത്തെ ലൈൻ ഇതൊരു 4 ലൈൻ സ്നാസ പോലെയാണ് വരുന്നത്. കാരണം ഇതിന്റെ റൈം AB റൈമാണ് കേട്ടോ. AB റൈമാണ് ഇതിന് വരിക. AB ഇതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഈ AB ഒരു മെത്തേഡ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, പോം നോക്കാം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind അല്ലേ. 4 ലൈനേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പല വേർഡിൻ്റെയും മീനിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മൈൻഡിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടാവും. മീനിങ്ങൾ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലെൻഡഡ് കൂട്ടിക്കലർത്തിയ, റിക്ലൈൻഡ് മലർന്നു കിടന്നു, സാഡ് മീൻസ് സീറ്റ്, ഗ്രോ മീൻസ് ചെറിയ വനം, പ്ലസന്റ് മീൻസ് ഹാപ്പിനെസ് അല്ലേ. ഇതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, പോയം നോക്കാം അല്ലെ. പോമിൽ നോക്കുമ്പോൾ ഉള്ള വരികൾ മീനിങ് നോക്കാം. I heard means എന്താ, കേൾക്കുക അല്ലെ. കേട്ടിരുന്നു. എന്ത്, 1,000 blended notes. 1000 മീൻസ് എന്താണ് മക്കളെ, 1000കണക്കിന്. blended മീൻസ് എന്താണ്, മിക്സഡ് ആയിട്ടുള്ള. blended മീൻസ് എന്താണ്, മിക്സഡ് ആയിട്ടുള്ള കേൾക്കുകയാണ്. 1000 1000കണക്കിന്. നോട്ട്സ്, എന്താ നോട്ട്സ്? നമ്മൾ ഈ നോട്ട് ബുക്കിലേക്ക് ഇത് നോട്ട്സ് അതല്ല, ഇതൊരു മ്യൂസിക് കേട്ടോ. സംഗീതം, മ്യൂസിക് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. മ്യൂസിക് അല്ലെ. ആ സംഗീതം എന്നൊരു മീനിങ് ആട്ടോ. എന്ത് ചെയ്യാണ്, I heard 1,000 blended notes. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരുപാട് ബ്ലെൻഡഡ് മ്യൂസിക് അദ്ദേഹം എന്ത് ചെയ്യാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മിക്സിങ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
അത് ഈ ബ്ലെൻഡഡ് മ്യൂസിക് കേൾക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയാ ഈ ഒരു കവിത എഴുതുന്ന സാഹചര്യത്തില് നമ്മുടെ ഈ എഴുത്തുകാരൻ ആരാന്ന് പറയുന്നില്ല, വ്യക്തിയെ അദ്ദേഹം കറക്റ്റായിട്ട് പോമിൽ മെഷർ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് കവി എന്നെടുക്കാം അല്ലെ. നമ്മുടെ ഈ എഴുത്തുകാരൻ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു കാനനത്തിൽ ചെന്നിട്ടിരിക്കുകയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാനനത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആസ്വദിക്കുകയാണ്, ആ പ്രകൃതിയെ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ പല തോട്ടുകളും അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് ഇങ്ങനെ വരികയാണ് അല്ലെ. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന, മനുഷ്യർ അനുഭവിക്കുന്ന പല ദുരന്തങ്ങളും വരുന്നുണ്ട്, കൂട്ടത്തിൽ പ്രകൃതിയെ മനോഹരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാനനത്തിൽ ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന ഒരു കാട്ടിലിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും, നല്ല പോലെ അരുവികൾ ഒഴുകുന്നുണ്ടാവും, അതിനൊരു ശബ്ദം ഉണ്ടാവും അല്ലെ. ആ അരുവി ഒഴുകുന്ന ശബ്ദം ഉണ്ടാവും. കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ തമ്മിൽ പരസ്പരം ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ സ്പർശിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ട് അല്ലെ. അതുപോലെ ചെറിയ ചെറിയ പ്രാണികളുടെ ശബ്ദം, കിളികളുടെ ചെറിയ ചിൽച്ചിൽ എന്നുള്ള ശബ്ദം അല്ലെ. ഇങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കേൾക്കുക. ആ ശബ്ദങ്ങൾക്കാണ് അദ്ദേഹം സംഗീതം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പ്രകൃതിയിലെ ശബ്ദങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ മനോഹരമായി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. While in Grove I sat reclined. Reclined means എന്താ വെച്ചാൽ ഇങ്ങനെ ചാരി ഇങ്ങനെ ആസ്വദിച്ചിരിക്കില്ല, നമ്മളിങ്ങനെ ചാരി കസേരയിലൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. സാറ്റ് മീൻസ് സിറ്റ്. സിറ്റിന് സാറ്റ് എന്ന് പറയുന്ന ഒരു യൂസ് ആയിരുന്നു പണ്ടൊക്കെ റൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സാറ്റ് മീൻ ഇരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ കേട്ടോ. ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നത്, ഒരു പുൽത്തകിട് പോലത്തെ അല്ലെ, കാടാണ്, കാനൻ, നല്ല മനോഹരമായിട്ടുള്ളൊരു പുൽത്തകിടിൽ ഒരു ചെറിയൊരു പുൽത്തകിട്, ഒരു കാനനം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മേടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വനത്തിൽ, ഒരു കൊച്ചു കാനനത്തിലെ ഒരു വനത്തിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട്, ആ മ്യൂസിക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നോട്ടുകൾ ഇങ്ങനെ കേട്ട് പ്രകൃതി ഇങ്ങനെ അലിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ മക്കളെ. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, ആ മനോഹരമായിട്ട് ആ മധുരമായിട്ടുള്ള ആ ഒരു മൂഡിൽ അല്ലെ, അപ്പത്തെ ആ ഒരു മൂഡ് എന്തായിരിക്കും, വളരെ മനോഹരമായിട്ടുള്ള ഒരു മൂഡായിരിക്കും. വെൻ പ്ലസന്റ് തോട്ട്സ്, ഒരുപാട് പ്ലസന്റ് തോട്ടുകളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പോയി, വളരെ സന്തോഷമായിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ബ്രിങ്സ് എ സാഡ് തോട്ട്സ് ടു മൈൻഡ് അല്ലെ. ആ സന്തോഷകരമായിട്ടുള്ള ആ ചിന്തകൾ അദ്ദേഹത്തിലൂടെ എന്തുകൂടെ കൊണ്ടുവരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് പിന്നെ എന്ത് കൊണ്ടുവരണം മക്കളെ, സാഡ് തോട്ട്സ് അല്ലെ. വളരെ മോശപ്പെട്ടിട്ടുള്ള, വളരെ സങ്കടം തോന്നുന്ന രീതിയിലോട്ടുള്ള ചിന്തകൾ കൂടെ അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് വരാൻ കേട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാനനത്തിനും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള സംഗീതം ആസ്വദിച്ച്, മനോഹരമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ആസ്വദിച്ച് അത് ഇതിലോട്ട് എത്താണ് മക്കളെ. പെട്ടെന്ന് അത് വളരെ സങ്കരമായിട്ടുള്ള തോട്ടിലും കൂടെ അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് കയറി വരികയാണ് കേട്ടോ. നോക്കാം. അതുപോലെ ഇതിലുള്ള പോയറ്റിക് ഡിവൈസസ് നമുക്ക് നോക്കാം അല്ലെ. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് റിട്ടൺ ക്വാർട്ടേഴ്സ് റൈമിംഗ് ABB കേട്ടോ. ഈ ABAB അറിയുന്ന ഒരു റൈമിംഗ് സ്കീമിലാണ് ഇത് ഫുൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ക്വാർട്ടേഴ്സ് റൈമിംഗ് സ്കീമാണ് കേട്ടോ. ABAB എന്ന് പറയുന്ന ആ ഒരു റൈമിംഗ് സ്കീമിലാണ് ഇത് ഫുൾ എഴുതിയിട്ടുള്ളത്. റൈമിംഗ് സ്കീം നമ്മൾ വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ എടുക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ നോക്കിയിട്ടാട്ടോ റൈമിംഗ് സ്കീം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് നോട്ട് ചെയ്യാൻ കഴിയും. എവിടെ നോക്കിയിട്ടാ മക്കളിതാ ഇവിടെ നോട്ട്സ്, ഇതാണ് ഫസ്റ്റത്തെ ലൈനിന് നമ്മൾ A എന്ന് പറയുന്ന ഒരു റൈമിംഗ് സ്കീം കൊടുത്തു അല്ലെ. ആ ഒരു സെയിം നോട്ടാണോ റിക്ലൈൻഡ് എന്ന് പറയുമ്പോൾ വരുന്നത്, സെയിം സൗണ്ടും സെയിം എൻഡിങ് ആണോ അല്ല. അപ്പൊ അതെന്താണ്, അത് B എന്ന് കൊടുക്കും. പിന്നെ ഈ ED വരുന്നുണ്ട് ഇവിടെ നോക്കിയില്ലേ മക്കളെ. റിക്ലൈൻഡ് പോലെ ഇവിടെ ഒരു വേർഡാണോ, ആ ഒരു സൗണ്ടിലാണ് ഇവിടെ അവസാനിക്കുന്നത് അല്ല, തോട്ട്സ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു സൗണ്ട് തന്നെയാണ്. അപ്പൊ ഇതെന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, നോട്ട്സിന്റെ ആ ഒരു സെയിം റിപ്പീറ്റേഷൻ ആണ്. ഇതുപോലെ ഇവിടെ റിക്ലൈൻഡിന്റെ ഈ ED പോലെ മൈൻഡ്, റിക്ലൈൻഡ്, മൈൻഡ്, റിക്ലൈൻഡ് അല്ലെ, വായൊക്കെ ഒരേപോലെ നമ്മുടെ സൗണ്ട് അവസാനിക്കുന്നില്ലേ. അപ്പൊ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും B ഫോം തന്നെ. അപ്പോൾ AB അങ്ങനെയാണ് കേട്ടോ. ഇതിന് മറ്റു പല റൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വ്യക്തമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. സോ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ കവിത കംപ്ലീറ്റ് ABAB മെത്തേഡ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. റൈമിംഗ് ആണ്. സാറ്റ് മീൻസ് ആർക്കൈക് സ്പെല്ലിംഗ് ഓഫ് സാറ്റ് അല്ലെ. ആ ഒരു സാറ്റ് എന്നൊരു മീനിങ് ആണ് സാറ്റിന് വരുന്നത്. നോക്കാം. ദെൻ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് വരുന്നത്. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷെ സൗണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. സെയിം സൗണ്ടിൽ അവസാനിക്കാം.
സെയിം സൗണ്ട്, തുടക്കമല്ല, സെയിം സൗണ്ടിൽ അവസാനിക്കുക, ഡിഫറെന്റ് സ്പെല്ലിംഗ് ആയിരിക്കും. നോക്കിയേ, നോട്ട്സ്, തോട്ട്സ്, അല്ലെ, വായ രണ്ടും ഒരേ ഇതിൽ പോലെ ലെൻഡ് ചെയ്തത്, നോട്ട്സ്, തോട്ട്സ്. റിക്ലൈൻഡ്, മൈൻഡ്, അല്ലെ, ഇത് നിങ്ങൾ ചെറുപ്പം മുതൽ ചെയ്യുന്നതാണ് ഈ റൈമിംഗ് വേർഡ്സ് എന്ന് എനിക്കറിയാം, അല്ലെ. ദെൻ റൈമിംഗ് സ്കീം ഉണ്ട്. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ABAB. ദെൻ വിഷ്വൽ ഇമേജ്, അല്ലെ, നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഇമേജസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ. വിഷ്വൽ ഇമേജ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കാനനം, ചെറിയ വനം, അല്ലെ, അല്ലെങ്കിൽ ഒരു ചെറിയ പുൽമേട്, പുൽത്തകിട് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു കുഞ്ഞു വനം, അല്ലെ. ദെൻ ഓഡിറ്ററി ഇമേജ്, അല്ലെ, കേൾക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ഇതിലൊന്ന് പറഞ്ഞേ. നമ്മൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് കേൾക്കാൻ സാധിച്ചോ? എന്താണ് മക്കളെ കേൾക്കാൻ? പോയിട്ട് കേട്ടു, പിന്നെ നമുക്ക് കേട്ടൂടെ, അല്ലെ. 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ആ മ്യൂസിക് നമുക്ക് കേൾക്കാൻ സാധിക്കും, അല്ലെ മക്കളെ, ആ ശബ്ദം. ഇത് എന്തിനാണെന്നറിയോ ഇങ്ങനെയുള്ള ഇമേജുകൾ അവർ ആഡ് ചെയ്യുന്നത്? നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. ആ കവി കണ്ടത് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇമേജസുകൾ അവർ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജസ്, സ്മോൾ ഫാക്ടറി ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമേജസ് കവിതയിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നോക്കാം, നമ്മുടെ കവി ഇങ്ങനെ ഇരുന്ന് വളരെ ആസ്വദിച്ച് ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് മ്യൂസിക്കൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഇടയിൽ പ്ലസന്റ് തോട്ടുകൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എന്തായി മാറി? സാഡ് തോട്ടുകളും അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് നോക്കാം. Next, to her fireworks did nature link the human soul that through me ran, and much it graved my heart to think what man has made of man. അല്ലേ, നോക്കാം. ഫയർ മീൻസ് എന്താന്ന് പറയുക? വളരെ നല്ല, അല്ലെ, ഫയർ വർക്സ്, വളരെ അടിപൊളിയായിട്ടുള്ള വർക്സ് മീൻസ് സൃഷ്ടികൾ, അല്ലെ, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ. അതാണ് ഫയർ വർക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഡിഡ് നാച്ചർ ലിങ്ക്, പ്രകൃതി എന്താണ് ലിങ്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെയിലേക്ക്? നാച്ചർ അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് എന്താണ് ലിങ്ക് ചെയ്തത് മക്കളെ? ഫയർ വർക്സ്. എന്ത് ഫയർ വർക്സ്? മനോഹരമായിട്ട് ഉള്ള, വളരെ അങ്ങേയറ്റം മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ, ഐ മീൻ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ മാൻ, ത്രൂ മീ റൺ, അല്ലേ. ഇതിന്റെ ഗ്രാമറിലോട്ടൊന്നും നോക്കല്ലേ മക്കളെ, അത് ആ ഗ്രാമർ അല്ല നമ്മളെ ഗ്രാമർ കേട്ടോ. അപ്പോൾ ത്രൂ മീർ, അല്ലേ, എന്നിലൂടെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ ഹ്യൂമൻ സോളിന്റെ ഉള്ളിലേക്ക് നാച്ചർ എന്ത് ലിങ്ക് ചെയ്തു എന്നാ പറയുന്നത് മക്കളെ? ആ സൃഷ്ടികൾ, പ്രകൃതിയുടെ സൃഷ്ടികൾ ഉണ്ടല്ലോ, അതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പല സൃഷ്ടികളുണ്ട്, അല്ലേ. മലകള്, മഞ്ഞുകള്, മൃഗങ്ങള്, ഓടിച്ചാടി കളിക്കുന്ന മാൻപേടകൾ, ഇതൊക്കെ അദ്ദേഹം ചിലപ്പോൾ കാനത്തിലിരുന്ന് കാണുന്നുണ്ടാവും, അല്ലേ മക്കളെ. അവിടെ അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും, അതുപോലെ പല പല ചെറിയ കാറ്റിലിങ്ങനെ ആടി അലയുന്ന ചെറിയ മനോഹരമായിട്ടുള്ള മരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അദ്ദേഹം മനോഹരമായ സൃഷ്ടികളാണ്, അല്ലേ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സോളിന്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. ഐ മീൻ പ്രകൃതി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലോട്ട് അത് കയറ്റി കൊടുത്തു എന്നാണ് ഉദ്ദേശം. ഐ മീൻ അത്രയും ആ പ്രകൃതി അദ്ദേഹത്തിന്റെ ആയത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. And much it grieved my heart to think what man has made of, അല്ലെ. അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. എങ്ങനെയാണ് അദ്ദേഹം ദുഃഖിതനായത്? മൈ ഹേർട്ട് ടു തിങ്ക്, ഒരു അദ്ദേഹത്തിന്റെ മൈൻഡ്, അദ്ദേഹത്തിന്റെ ഹേർട്ട് എന്ത് ആയി? വളരെ ദുഃഖിതനായി തോന്നുകയും ചെയ്തു. എങ്ങനെ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ്, അല്ലെ. മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത്, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത് എന്നോർത്തിട്ട്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ മക്കളെ, ഇതാണ് ഈ പോമിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് തന്നെ ചെയ്യുന്നത് എന്നോർത്തിട്ട്, അല്ലെ. മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുകയാണ്, അല്ലെ. ഞാൻ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ മനുഷ്യനോട് യുദ്ധം ചെയ്യുകയാണ്, അല്ലെ. അതേപോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യനോട് മാത്രമല്ല പ്രകൃതിയോടും, അതും കൂടെ ഇതിലുണ്ട് കേട്ടോ. ഈ കവിതയെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പല ക്ലാസ്സുകളും കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പല ആളുകളും പല രീതിക്ക് ഈ കവിതയെ ചെയ്യും. ഈ ഒരു ആളുകൾ രണ്ട് രീതിക്കാണ് പറയാറ്. ഒന്ന് മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുന്ന രീതിയുണ്ട്, അല്ലെ. യുദ്ധം ചെയ്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകൾ മറ്റുള്ളവരെ കൊന്നുമൊക്കെ, അല്ലെ. മനുഷ്യരെയാണ്, അല്ലെ. അല്ലാതെ അവർ പോയിട്ട് ബിൽഡിംഗ് ഒക്കെ ആണോ? അല്ല, മനുഷ്യനെ കൊല്ലുന്നുണ്ട്, അല്ലെ. പക്ഷെ അതേപോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയെയും കൂടെ നശിപ്പിക്കുന്നുണ്ട്, അല്ലെ. മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയെ, വനനശീകരണം, ഡിഫോറസ്റ്റേഷൻ, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്
പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. വനമൊക്കെ വെട്ടി നശിപ്പിച്ച് വനനശീകരണമൊക്കെ നടത്തിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ മാറ്റങ്ങളും ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പൊ മനുഷ്യനോട് ചെയ്യുന്നത് ഓർത്തിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നത് ഓർത്തിട്ടൊക്കെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ദുഃഖത്തിലാവുന്നത് അല്ലേ. അതൊക്കെ ചിന്തിച്ചാണ് ഇദ്ദേഹത്തിന്റെ ഹേർട്ടൊക്കെ എന്താവുന്നത്, ദുഃഖത്തിലോട്ട് ആയിന്ന് പോകുന്നത്. ഓക്കെ ഓക്കെ ഇവിടെയുള്ള റൈമിങ് സ്കീംസ് നോക്കാം അല്ലെ. ഇവിടെ ഒരു അലിട്രേഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ അലിട്രേഷൻസ് വരുന്നുണ്ട്. മാച്ച് മായി എന്നൊക്കെ പറയുന്നത് അല്ലെ. മാച്ച് മായി എന്താണ് അലിട്രേഷൻ? അലിട്രേഷൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ അലിട്രേഷൻ ആണ്. അലിട്രേഷൻ മീൻസ് എന്താ, റിപ്പീറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട് അല്ലെ. റിപ്പീറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട് ബിഗിനിങ് ഓഫ് എ വേർഡ് ആണ് അല്ലെ. ഒരു വേർഡിന്റെ ഫ്രണ്ടില് കൺസണൻസ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയേ, മാൻ മെയ്ഡ് മാൻ അല്ലെ. മാൻ മെയ്ഡ് മാൻ, ഇതെന്താണ് മക്കളെ, ഇതും അലിട്രേഷൻ ആണ് അല്ലെ. ഇതും എന്താണ്, അലിട്രേഷൻ ആണ് കേട്ടോ. ഇവിടെ 2 അലിട്രേഷൻ വരുന്നുണ്ട്, നോക്കാം. ദെൻ പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവുകൾ ജീവനില്ലാത്ത ഒന്നിന്, ജീവനില്ലാത്തത് മാത്രമല്ല കേട്ടോ, മനുഷ്യൻ്റെത് മറ്റ് വസ്തുക്കൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം, മനുഷ്യന്റെ ക്യാരക്ടേഴ്സ് മറ്റ് വസ്തുക്കൾക്ക് കൊടുക്കാം. ഇവിടെ എന്താ, ടു ഹെർ ഫയർ വർക്സ്. ടു ഹെർ ഇവിടെ എന്താ മക്കളെ, പ്രകൃതിയാണ് കേട്ടോ. പ്രകൃതിയുടെ ഫയർ വർക്സ് ഡിഡ് നാച്ചുറലി അല്ലേ. പ്രകൃതിയുടെ ഫയർ വർക്സ്, പ്രകൃതിയുടെ സൃഷ്ടികൾ അല്ലേ. അങ്ങനെ പറയുമ്പോൾ അത് എന്ത് ചെയ്യാണ്, പ്രകൃതിക്കൊരു പേഴ്സണിഫിക്കേഷൻ കൊടുക്കുകയാണ് അല്ലെ. ദെൻ റൈമിങ് വേർഡ്സ് ലിങ്ക്, തിങ്ക്, റാൻ, മാൻ അല്ലെ. അത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ലിങ്ക്, തിങ്ക്, റാൻ, മാൻ അല്ലെ, റൈമിങ് വേർഡ്സ് അല്ലെ. നോക്കാം. സോ അദ്ദേഹം ഇപ്പൊ എന്താണ് മക്കളെ, അദ്ദേഹം പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ മനുഷ്യനോട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് എന്താവുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ഹൃദയം ദുഃഖത്തിലേക്ക് ആന്നു പോകുന്നുണ്ട് കേട്ടോ. ദെൻ ത്രൂ Primrose tufts in that green bower and the periwinkle trailed its roots, and this my faith that every flower enjoy the air it breathes. എന്താ മക്കളെ, ഇത് കാണുമ്പോൾ നിങ്ങൾ നെട്ടണ്ട. നമ്മൾ പറയാറില്ലേ, നമ്മുടെ കവിതയിൽ, മലയാളികളുടെ കേരളക്കാരുടെ നമ്മുടെ കവിതയിൽ എന്തുണ്ടാവും, പൂക്കളും പൂമ്പാറ്റുകളും മല്ലികയും ചെമ്പരത്തി. നമ്മുടെ കവിതകളിലെ ഇങ്ങനെയുള്ള പല മന്ദാരം ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കവിതകളിലെ. അപ്പൊ നമ്മുടെ പൂക്കളും പൂമ്പാറ്റുകളും ആണെങ്കിൽ അവരുടേത് ഇതൊക്കെയാണ് കേട്ടോ. നോക്കാം. ത്രൂ Primrose tufts. Primrose എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അതൊരു തരം ഒരു ചെടിയാണ്, പൂവാണ് കേട്ടോ. ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും, കൂട്ടമായിട്ടാണ് ആ പൂക്കൾ ഉണ്ടാവുക കേട്ടോ. ഇതൊക്കെ നമ്മൾ അടിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈംറോസ്, ബോവർ, പെരിവിക്കിൾ ഇതൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണാൻ സാധിക്കും കേട്ടോ. എന്താണ് ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ, ഒന്നും കൂടെ എന്താവും, ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. നോക്കാം. ത്രൂ Primrose tufts അല്ലെ. പ്രൈംറോസിന്റെ ഒരു കൂട്ടത്തിന്റെ ഇടയിലൂടെ, ടഫ്സ് മീൻസ് കൂട്ടം അല്ലെ. ആ പൂക്കൾ ഇങ്ങനെ കൂട്ടമായിട്ടുണ്ടാവുക. അതിന്റെ ഇടയിലൂടെ ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ മീൻസ് മക്കളെ എന്താണ്, വള്ളിച്ചെടികൾ കൊണ്ടുള്ള, ഇപ്പൊ നിങ്ങൾ പല ആളുകളുടെയും വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ, മതിലിന്റെ മുമ്പിൽ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ ഇട്ടിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെയും സ്റ്റാൻഡ് വെച്ചിട്ട് ഇതിന്റെ അടിയിലൂടെ അവർ വള്ളിച്ചെടികൾ ഇങ്ങനെ പടർത്തിയിട്ടുണ്ടാവും അല്ലെ. അവരുടെ ഗേറ്റിൽ കടക്കുന്നതോട് മുമ്പായിട്ട് ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ആർച്ച് പോലെ അല്ലെ. എന്നിട്ട് അതിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന വള്ളിച്ചെടികൾ, അപ്പൊ അതൊരു ബോവർ പോലെ ഇങ്ങനെ നിൽക്കും അല്ലെ. അതിനാണ് ബോവർ എന്ന് ഉദ്ദേശിച്ചിട്ട്. അങ്ങനെ നിൽക്കുന്ന ആ ഗ്രീൻ ബോവർ അല്ലെ, ഗ്രീൻ ആയിട്ട് ഇങ്ങനെ ബോവറായിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ ഉണ്ടാവും അല്ലെ. അതാണ്, അതിന്റെ ഇടയിലൂടെയാണ് ഈ പെരിറോസ് വന്നിട്ടുള്ളത് കേട്ടോ. ദ പെരിവിക്കൽ ട്രൈലഡ് ഇറ്റ്സ് റഡ്സ്. എന്താണ് മക്കളെ ട്രൈലഡ് എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. അതിനെ പിന്തുടരുക, ഫോളോ ചെയ്യുക. എന്താട്ടോ, ട്രൈൽഡ് മീൻസ് പിന്തുടരുക, ഫോളോ ചെയ്യുക അല്ലെ. റെഡ് മീൻസ് എന്താണ്, അതിൻ്റെ ഒരു കൂട്ടം. ഈ പെരിവിക്കലിന്റെ കൂട്ടം എന്ത് ചെയ്യാണ്, അതിനെ ഫോളോ ചെയ്യാണ്. ഇതിനെ ഈ ഗ്രീൻ ബോവറിനെയും പ്രൈംറോസിനെയും ഒക്കെ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വളരെയാണ് മക്കളെ. സത്യം പറഞ്ഞതൊക്കെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ബോവർ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പെരിവിക്കളും അതേപോലെ പ്രൈംറോസും ഒക്കെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമയിൽ സ്നേഹത്തോടു കൂട്ടിയിട്ട് നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും ഒത്തൊരുമയോട് കൂടി സ്നേഹത്തോടു കൂടി വളർന്ന് പന്തലിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, പോരാടുകയാണ് അല്ലേ. അപ്പൊ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. ഈ പ്രകൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോവറും പ്രൈംറോസും പെരുവിക്കളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ അവരിങ്ങനെ ഒന്നിച്ച് കൂട്ടമായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട് കേട്ടോ. ആൻഡ് ദിസ് ഈസ് മൈ ഫെയ്ത്ത്, ഇത് ഒരു പക്ഷെ എൻ്റെ വിശ്വാസമാവാം എന്ത്, ദാറ്റ് എവരി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് അല്ലെ. എല്ലാ ഫ്ലവറും എൻജോയ് ദ എയർ, അവരവരുടെ എയർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബ്രീത്ത്സ് അല്ലെ, അവരവരുടെ ഫ്ലവർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ബ്രീത്ത്സ്, അവർ ആ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിച്ച് എന്താണ്, എല്ലാ പൂക്കളും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്ലവേഴ്സൊക്കെ അവരുടെ ആ ഒരു ഒന്നിച്ചുള്ള ആ ഒരു ജീവിതം, ആ പ്രകൃതി അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടോ. ഐ മീൻ ഇവിടെ പ്രൈം റോസും ഗ്രീൻ ബോവറും പ്രവികളൊക്കെ കൂടെ ഒന്നിച്ചിങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ വളരുകയാണല്ലോ. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ ആ ഒരു വായു, ഐ മീൻ ആ ഒരു എയർ മാക്സിമം ആ ഒരു ഇതെന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, അവരൊക്കെ അവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആ പ്രകൃതി വളരെ മനോഹരമാണ്, ഹാപ്പിയാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോക്കാം റൈമിങ് വേർഡ്സ്. ഇതാ ബോവർ, ഫ്ലവർ, റെഡ്സ്, ബ്രെഡ്സ് അല്ലേ. ദെൻ വിഷ്വൽ ഇമാജിൻ പ്രൈം റോസ്, ടഫ്സ്, പ്രൈം റോസിന്റെ ഒരു കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീൻ ബോവർ അല്ലേ, ഗ്രീൻ ബോവർ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പെരിവിക്കിൾ ഫ്ലവർ കാണാം. ദെൻ ഫ്ലവർ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് അവരിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷ്വൽ കിട്ടും അല്ലേ. ദെൻ ഓൾ ഫാക്ടറി ഇമേജസ്. ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് ക്ലാസ് ഓപ്പണിംഗ് ആവുന്നതിന് മുമ്പ് എന്തെടുത്തിട്ടുണ്ടായിരുന്നു, ഓൾ ഫാക്ടറി ഇമേജസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഓൾ ഫാക്ടറി ഇമേജസ്? സ്മെല്ല് ചെയ്യാൻ കഴിയുന്നത് അല്ലേ. ഇതാ ഒന്നും കൂടെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചുതരാം. സ്മെല്ല് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ഇത് പിന്നെ കാണാൻ കഴിയുന്നതാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ കാണുകയാണ്, അത് പിന്നെ വേണ്ട. ഓൾ ഫാക്ടറി ഇമേജസ് സ്മെല്ല് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ. എന്താണ്, പ്രൈം റോസ്, പെരിവിക്കൽ, ഫ്ലവേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്മെല്ല് ചെയ്യാൻ കഴിയും കേട്ടോ മക്കളെ. ദെൻ പേഴ്സണിഫിക്കേഷൻ ആണ് എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് അല്ലേ. എൻജോയ് ദ എയർ ഇറ്റ്സ് ബ്രീത്ത്സ്. ആ എയർ എന്ത് ചെയ്തു, അതിന്റെ ബ്രീത്ത് എടുക്കുന്നതൊക്കെ എന്ത് ചെയ്യും, എൻജോയ് ചെയ്യാണ് അല്ലേ. എയർ ഇൻ ഇറ്റ്സ് ബ്രീത്ത്സ് എന്നാ പറഞ്ഞിട്ട്, എയർ എൻജോയ് ചെയ്യുക അല്ലേ. ബ്രീത്ത് എടുക്കുന്നതും എൻജോയ് ചെയ്യുന്നതൊക്കെ മനുഷ്യരുടെ ക്യാരക്ടറാണല്ലേ മക്കളെ. അതിവിടെ എയറിനാണ് കൊടുത്തിട്ടുള്ളത്. സോ അതെന്താണ്, പേഴ്സണിഫിക്കേഷൻ ആണ്. ക്ലിയർ? ദെൻ അസൊണൻസ്. അസൊണൻസ് എന്താ മക്കളെ, അലിട്രേഷൻസ് റിപ്പീറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട് ആണെങ്കിൽ അസൊണൻസ് റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ആണ്. നോക്കാം, ഇവിടെ നോക്കിക്കേ മക്കളെ, എന്താണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, പെരിവിക്കിൾ, ഇതൊക്കെ എന്താ മക്കളെ, ഐ എന്താണ്, ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. അതിനാണ് നമ്മൾ അസൊണൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഫ്രണ്ടിൽ വേണമെന്നൊന്നുമില്ല, ഉള്ളിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ വന്നാൽ മതി കേട്ടോ. ബാക്കിലൊക്കെ ആയിട്ട്, വേർഡിന്റെ ബാക്കിലൊക്കെ ആയിട്ട് വന്നാൽ മതി. അതിനാണ് എന്ത് പറയുന്നത്, അസൊണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇപ്പൊ എന്താണ് അദ്ദേഹം ഇവിടെ പ്രകൃതിയിലുള്ള ഇത് കംപ്ലീറ്റ് നാച്ചറിനെ വർണ്ണിക്കുന്ന ഒരു പാരഗ്രാഫാണ് കേട്ടോ. ഇതെന്താണ്, അദ്ദേഹത്തിന്റെ പൂക്കളും വള്ളിക്കുടിലുകളും ചെടികളൊക്കെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ മിക്സായി നിന്ന് അവിടെ ഫ്ലവേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ? Then the birds around me hopped and played. Their thoughts I cannot measure. But the least motion which they made, it seemed a thrill of pleasure. നോക്കാം. ദ ബേർഡ്സ് റൗണ്ട് മീ ഹോപ്പഡ് ആൻഡ് പ്ലേഡ് അല്ലേ. പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാടിയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഹോപ്പഡ് മീൻസ് ഇങ്ങനെ ചാടുക, പ്ലേഡ് മീൻസ് കളിക്കുക കേട്ടോ. പക്ഷികൾ ഇങ്ങനെ ചുറ്റും തുള്ളിച്ചാടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ദർ തോട്ട്സ്, അവരുടെ ചിന്ത, അവരിങ്ങനെ കളിക്കുന്ന ആ സമയത്തുള്ള അവരുടെ ചിന്ത, ഐ കാൺട്ട് മെഷർ, ഐ കനോട്ട് മെഷർ, എനിക്കത് അളക്കാൻ കഴിയുന്നില്ല. അവരുടെ ആ തോട്ട്സ് മീൻസ് എനിക്ക് അവരുടെ ചിന്ത അളക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, തോട്ട്സിന് അവരുടെ പ്ലഷർ, സന്തോഷം എന്നൊരു മീനിങ് കൂടെ കൊടുക്കാം. അപ്പൊ എന്താണ്, കവിക്ക് ആ ബേർഡ്സിന്റെ തോട്ട്സുകൾ, ഐ മീൻ കവിക്ക് അദ്ദേഹത്തിന്റെ തോട്ട്സുകൾ അളക്കാൻ കഴിയുന്നില്ല. അവരുടെ സന്തോഷം, എത്രത്തോളം അവർ ഹാപ്പി ആണെന്നുള്ളത് കവിക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നാണ് കവി ഇവിടെ ചിന്തിക്കുന്നത് കേട്ടോ, കവിയുടെ പറയുന്നത്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, പക്ഷെ അവരുണ്ടാക്കുന്ന ചെറിയൊരു ചലനം പോലും അല്ലെ, ചെറിയൊരു നേരിയ ചലനം പോലും എന്താണ്, ഇറ്റ് ഈസ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അതൊക്കെ എന്താണ്, വളരെ ത്രില്ലിങ് പ്ലഷറാണ് കവി അവിടെ കാണുന്നതും കവിക്ക് കിട്ടുന്നതും. ഓക്കെ,
അപ്പോൾ അവരുടെ ആ റൗണ്ട് ചുറ്റലും കളിക്കലും അതിൻ്റെ ആ ഒരു തോത്, അവരുടെ സന്തോഷം തോത് കവിക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും, അവരുടെ തോട്ട്സ് കവിക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവിടെ ചെറിയ ചെറിയ ചലനങ്ങളും ചാട്ടങ്ങളും ഓട്ടങ്ങളും ഒക്കെ വളരെ പ്ലഷറാണ് അല്ലേ, വളരെ സന്തോഷം കൊടുക്കുന്നുണ്ട്, വളരെ സന്തോഷത്തിലാണ് ഇവിടെ പക്ഷികളും എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്ലവേഴ്സിൻ്റെ കേസ് പറഞ്ഞു, ഇവിടെ ബേർഡ്സും അവരുടെ ലോകത്ത് വളരെ ഭംഗിയായിട്ടാണ്, ആ പ്രകൃതിയിൽ വളരെ മനോഹരമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, സോറി, അതിന്റെ റൈമിംഗ് വേർഡ്സ് പ്ലേഡ് അല്ലെ, മെയ്ഡ്, മെഷർ ആൻഡ് പ്ലഷർ അല്ലെ, മെയ്ഡ്, പ്ലേഡ്, മെഷർ, പ്ലഷർ, ഇതൊക്കെയാണ് അതിന്റെ റൈമിംഗ് വേർഡ്സ് അല്ലെ. ഇനി വിഷ്വൽ ഇമേജസ് അല്ലെ, ഷുവർ ആണ് വിഷ്വൽ ഇമേജസ് നിങ്ങൾക്ക് അതിൽ ആരെ കാണാൻ കഴിയുന്നുണ്ട്? ഇവിടെ കാണുന്നില്ല മക്കളെ, ബേർഡ്സിനെ കാണാം. ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, നമ്മളിങ്ങനെ കണ്ണടച്ച് നോക്കി കാണുമ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നത് ശരിക്കും കാണും. നമ്മുടെ ചുറ്റോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ ബേർഡ്സ് ഇങ്ങനെ പാറി ചാടി ഇങ്ങനെ കളിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ ഇമേജ് കിട്ടും. ദെൻ അലിട്രേഷൻ അല്ലെ, എന്താണ് അലിട്രേഷൻ വരുന്നുണ്ട്, ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മേഡ് അല്ലെ, റിപ്പീറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട് ആണ് അല്ലെ മക്കളെ. എന്താണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വവൽ സൗണ്ട് വരുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മേഡ് അല്ലെ. എന്താണ് മക്കളെ ഇവിടെ എന്ത് വരുന്നുണ്ട്? ടി ടി എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലെ. ദ എന്ന് പറയുന്നത് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, കാണാം, നോക്കാം. ദ ഫ്രണ്ടിൽ വരണം കേട്ടോ, മറക്കരുത്, ഫ്രണ്ടിൽ വരണം. ഫ്രണ്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇത് എന്താവുന്നുള്ളൂ, അലിട്രേഷൻ. ഐ മീൻ ബിഗിനിങ്ങിൽ വരണം കേട്ടോ, കൺസോണൻസ് റിപ്പീറ്റേഷൻ, അപ്പോൾ മാത്രമേ അത് എന്താവുന്നുള്ളൂ, അലിട്രേഷൻ ആവുന്നുള്ളൂ. ക്ലിയർ? ഇവിടെ ഇപ്പം എന്താണ്, ഇവിടെ ബേർഡ്സിന്റെ ഹാപ്പിനെസ് ആണ് കേട്ടോ ഈ ഒരു സ്നാസിയിൽ പറഞ്ഞിട്ടുള്ളത്. ബേർഡ്സ് അവരുടെ ലോകത്ത് ചാടിയും കളിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കണം. അത് അദ്ദേഹത്തിന് വളരെയധികം പ്ലഷറാണ് നൽകുന്നത്. ഓക്കെ, ദെൻ the budding things spread out their fans. എന്താണ്? The budding things spread out their fans to catch the breezy air, and I must think, do all I can, that there was a pleasure there. എന്നാണ്. നോക്കാം. The budding things, എന്താണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞ മക്കളെ? ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ മുളച്ച് വരുന്നത് കേട്ടോ, മുളച്ച് വരുന്നതിനാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ബഡ്ഡിങ് മീൻസ് മുളച്ച് വരുന്നത്. ടിങ്സ് മീൻസ് എന്താണ്? ചെറിയ ചുള്ളിക്കമ്പുകൾ, മുളച്ച് വരുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു മരത്തിന്റെ പുതുതായിട്ട് വരുന്ന മുളച്ച് വരുന്ന ചുള്ളിക്കമ്പുകൾ. സ്പ്രെഡ് ഔട്ട്, എന്താണ് സ്പ്രെഡ് ഔട്ട് അല്ലെ, ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്ത്? ദെയർ ഫാൻ, ഫാനോ, എന്ത് ഫാൻ അല്ലേ, ആ ഫാൻ അല്ല കേട്ടോ. ഫാൻ മീൻസ് ഇവിടെ ലീവ്സ് ആണ് കേട്ടോ, ലീവ്സ് ഇലകൾ കേട്ടോ, ഇവിടെ ലീവ്സ് ആണ്. അതിന്റെ ഇലകൾ പുതുതായിട്ട് മുളച്ച് വരുന്ന ഒരു ചുള്ളിക്കമ്പാണ്. അത് അതിന്റെ ഇലകൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ സ്പ്രെഡ് ഔട്ട് ചെയ്തത്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. എന്ത് ക്യാച്ച് ചെയ്യാനാണ്? ബ്രീസി എയർ, ഇങ്ങനെ അങ്ങനെ അടിച്ചു പോകുന്ന കാറ്റുണ്ടല്ലോ, അടിച്ചിങ്ങനെ തൈകി പോകുന്ന ബ്രീസി എയർ, അത് ക്യാച്ച് ചെയ്യാൻ. ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇവിടെ പിടിക്കൊന്നല്ല കേട്ടോ, അതിൽ പോയിട്ട് കാറ്റിനെ പിടിക്കല്ല, അതിനെ സ്പർശിച്ച് പോവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഐ മീൻ ഇവിടെ ബഡ്ഡിങ് തിങ്സ് എന്താണ്? ചുള്ളിക്കമ്പുകൾ അല്ലേ, പുതുതായിട്ട് മുളച്ച് വന്നിട്ടുള്ള ചുള്ളിക്കമ്പുകൾ, അതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീസിങ് എയർ എന്ത് ചെയ്യുന്നുണ്ട്? സ്പർശിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ബ്രീസിങ് എയർ അതിനെ സ്പർശിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. കാറ്റിങ്ങനെ ഇലകളെ ഇങ്ങനെ തലോടി പോവുക കേട്ടോ. അതാണ് ആ ക്യാച്ച് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. then I must think, do all I can. I must think, do all I can. എനിക്ക് അവിടെ എന്താണ് എനിക്ക് ചിന്തിക്കാൻ കഴിയും. ഇവിടെ എല്ലാവർക്കും എന്തുണ്ട്? that there was a pleasure there. അവിടെ എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നത് എനിക്ക് എന്ത് ചിന്തിക്കാൻ കഴിയും? there was all that there was pleasure there. അവിടെ എന്തുണ്ട്? എല്ലായിടത്തും എന്തുണ്ട് മക്കളെ? സന്തോഷമുണ്ട്, പ്ലഷർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അവിടെയും എന്ത് കാണുന്നുണ്ട്? അദ്ദേഹം ഹാപ്പിനെസ് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം മൊത്തത്തിൽ പറയുന്നത്? ഈ ഭൂമിയിൽ ഈ കാണുന്ന ഫ്ലവേഴ്സിന്റെ ആ മിക്സ് ചെയ്തിട്ടുള്ള വളരലല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവൈകിട്ടുള്ള വളരലും പക്ഷികളുടെയൊക്കെ കളികളും ചിരികളും പാട്ടുപാടലുകളും മനോഹരമാണ്. അതുപോലെ ഈ ഇളങ്കാറ്റിനെ ഇങ്ങനെ ചുള്ളിക്കമ്പുകൊണ്ട് ഇങ്ങനെ തഴുകുക അല്ലെ, സ്പർശിക്കുക, അവരുടെ ലീവ്സ്, ഇങ്ങനെ എല്ലാം എന്താണ്? എല്ലാത്തിലും എന്തുണ്ട്? ഹാപ്പിനെസ് ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നാച്ചുറൽ പ്രകൃതിയിൽ എന്താണ്? എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും അത് ആസ്വദിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നാച്ചുറൽ
ജീവിക്കുന്നത് കേട്ടോ. അതിന് നേരെ തിരിച്ചുള്ളത് അപ്പം തന്നെ നമ്മൾ അവിടെ ചിന്തിക്കണം അല്ലേ. പക്ഷെ മനുഷ്യർ എങ്ങനെയാണ് അല്ലല്ലോ. അപ്പൊ അതാണ് അദ്ദേഹം അതിൻ്റെ മനസ്സായിട്ട് പറയുന്നത്. അതിന് അദ്ദേഹം വർണ്ണിക്കുന്നത് എന്താണ്, പ്രകൃതിയുടെ ആ ഒരു അവിടെയുള്ള അവിടെയുള്ള പക്ഷിമൃഗാദികളുടെയും അവിടെയുള്ള എല്ലാത്തിൻ്റെയും നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഹാപ്പിനെസ് ആയിട്ടുള്ള ലോകത്തെ അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. നോക്കാം, റൈമിങ് വേർഡ്സ് എന്താണ്, ഫാൻ, ക്യാൻ, എയർ, ദർ അല്ലെ, ഇത് രണ്ടുമാണ് അല്ലെ. ദെൻ പുഡിങ് തിങ്സ് ആൻഡ് ഫാൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയില്ലേ. എന്ത് കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെ പുതുതായിട്ട് മുളച്ച് വന്നിട്ടുള്ള ചുള്ളിക്കൊമ്പ് നമുക്ക് വിഷ്വൽ ഇമേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ദെൻ ടാക്റ്റിൽ ഇമേജ് കിട്ടും, ബ്രീസി എയർ നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ആ ഒരു ടാക്റ്റിൽ ഇമേജസ് ആണ്, ഗസ്റ്റേറ്ററി അല്ല, ഓൾ ഫാക്ടറി അല്ല, ടാക്റ്റിൽ ഇമേജസ് ആണ്. ടാക്റ്റിൽ ഇമേജസ് മീൻസ് എന്താണ് മക്കളെ, ടച്ച് ചെയ്യാൻ കഴിയുക കേട്ടോ. ഇങ്ങനെ കാറ്റിങ്ങനെ വീശിയടിക്കുമ്പോൾ നമുക്ക് അതിനെ ടച്ച് ചെയ്യാൻ കഴിയില്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ബ്രീസി എയറിന് എന്താണ് ടച്ച് ചെയ്യാൻ കഴിയും അല്ലെ, തൊടാൻ കഴിയുന്നതുകൊണ്ടാണ് അത് ടാക്റ്റിൽ ഇമേജ് ആവുന്നത് കേട്ടോ. ടാക്റ്റിൽ ഇമേജ് മീൻസ് ടച്ച് കേട്ടോ, ടച്ച് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ക്ലിയർ. സോ അദ്ദേഹം പോയി എന്താണ് പ്രകൃതിയെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രകൃതിയുടെ ആ ഒരു മനോഹാരിതയും പ്രകൃതിയിലെ ആ ഹാപ്പിനെസ്സും അദ്ദേഹം എന്ത് ചെയ്യാണ്, വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഇനി അദ്ദേഹം പറയാണ് ഇഫ് ദിസ് ബിലീഫ്, ഇതെന്റെ വിശ്വാസം, ഈ വിശ്വാസം അത് എന്താണ്, ഫ്രം ഹെവൻ ബി സെൻഡ്, ഈ കാണുന്ന എല്ലാ സന്തോഷങ്ങളും സ്വർഗത്തിൽ നിന്നും വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ എന്താണ്, ഇപ്പൊ ഈ പറഞ്ഞ പ്രഷ്യസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഭൂമിയുടെ ഈ മനോഹരമായിട്ടുള്ള ഈ സന്തോഷവും അതിൻ്റെ ഈ ഭംഗിയും അല്ലേ, ഇത്രയും മനോഹരമായിട്ടുള്ള നാച്ചറിൻ്റെ അത് എന്താണ്, അത് ഹെവനിൽ നിന്നും, അത് സ്വർഗത്തിൽ നിന്നും വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ, ബിലീഫ് മീൻസ് എന്താ, വിശ്വാസം കേട്ടോ. ഹെവൻ മീൻസ് എന്താണ്, സ്വർഗം അല്ലെ. ഇത് സ്വർഗത്തിൽ നിന്നും സെൻഡ് ചെയ്തതാണ് എന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ, ഇഫ് സച്ച് ബി നാച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇതെന്താണ്, ഇത് പ്രകൃതിയുടെ, നാച്ചറിന് അദ്ദേഹം ദൈവത്തെ പോലെയൊക്കെയാണ് അല്ലെ. ഹോളി പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഹോളി ബുക്സ് അല്ലെ, ഹോളി പ്ലാൻ ഒക്കെ ദൈവത്തിൻ്റെതാണ് അല്ലേ, അതൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ ഇവിടെ നാച്ചേഴ്സ് ഹോളി പ്ലാൻ ആണ് ഇതെല്ലാം എങ്കിലേ ഇതൊക്കെ എന്താണ്, തീർച്ചയായിട്ടും അത് പ്രകൃതിയുടെ ഒരു ഹോളി പ്ലാൻ ആണ് എന്നാണ് പറയുന്നത്. എന്ത്, ഈ പ്ലഷറുകളും ഈ ഒന്നിച്ചുള്ള ഈ ജീവിതവും ഹാപ്പിനെസ്സും സന്തോഷവും എല്ലാം. ഓക്കെ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് അല്ലെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലെ. വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് വിലപിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് വിലപിച്ചുകൂടാ, എന്തുകൊണ്ട്, ലാമെന്റ് മീൻസ് എന്തുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിലപിച്ചുകൂടാ, എന്തിനെക്കുറിച്ച്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് അല്ലെ. ഇതൊക്കെ ദൈവത്തിൽ നിന്നും നാച്ചറിന്റെ ഹോളി പ്ലാൻ ആണെങ്കിൽ വൈ നോട്ട് അല്ലെ, ഹാവ് ഐ നോട്ട്, എന്തുകൊണ്ട് റീസൺ ടു ലാമെന്റ്, ഞാൻ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് ഞാൻ വിലപിച്ചുകൂടാ, എന്തിനെക്കുറിച്ച് ആലോചിച്ച്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് അല്ലെ, മനുഷ്യനെ ചെയ്യുന്നത് അല്ലെ, മനുഷ്യർ തമ്മിൽ പരസ്പരം ചെയ്യുന്നത്, മനുഷ്യനോട് ചെയ്യുന്നത്, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ എന്തുകൊണ്ട് വിലപിച്ചുകൂടാ, എന്തിനാ ഞാൻ അതിനെക്കുറിച്ച് വിലപിച്ച് ആലോചിച്ചുകൂടാ എന്നൊക്കെയാണ് കവി പറയുന്നത്. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതിലെ മെയിൻ തീം എന്താണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലെ. പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ചെങ്കിലും മെയിൻ ആയിട്ടുള്ള തീം ഇതാണ് കേട്ടോ. എന്താണ്, പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. മനുഷ്യൻ ഇത്രയും മനോഹരമായ പ്രകൃതിയെ എത്ര നശിപ്പിക്കുന്നുണ്ട് അല്ലെ, എത്ര മനോഹരമായിട്ടുള്ള പ്രകൃതി മനുഷ്യൻ മണ്ണിട്ട് അതുപോലെ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മനുഷ്യൻ അതിനോട് തന്നെ ചെയ്യണ്ടല്ലേ. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചാൽ നമ്മളെ സ്വയം നശിപ്പിക്കുന്ന പോലെയാണ് അല്ലെ. മനുഷ്യൻ പ്രകൃതിയെ വനങ്ങൾ നശിപ്പിച്ച് ആർക്കാ നഷ്ടം, നമുക്ക് തന്നെയാണല്ലേ മക്കളെ. നമ്മുടെ പ്രകൃതി നശിച്ച് ആർക്കാണ് ഇവിടെ ഭൂമിക്ക് ജീവിക്കാൻ കഴിയാതെ വരിക, നമുക്കാണ്. നമുക്ക് നല്ല ശുദ്ധമായ വായു കിട്ടുമോ, ഇല്ല. മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്നത് ഓർത്തിട്ട്, അത് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെ. പല രീതിക്കുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ തന്നെ ദുരന്തത്തിലാക്കുന്നുണ്ട്. മനുഷ്യൻ മനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നശിപ്പിച്ച്, ഡിഫോറസ്റ്റേഷൻ, സർബറൈസേഷൻ, ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്തിട്ട് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട് അല്ലെ. പ്രകൃതിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുന്നത് പോലെയാണ് അല്ലെ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ലാമെന്റ് ആവുന്നത് കേട്ടോ. വിലപിക്കുക കേട്ടോ, ലാമൻ എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തീം അല്ലെ. അദ്ദേഹം
പ്രകൃതിയുടെ ഭംഗിയും മനോഹാരിതയും അങ്ങേ തലത്തിൽ അദ്ദേഹം വർണ്ണിച്ചു അല്ലേ. പ്രകൃതി എന്താണ് മക്കളെ, അവിടെ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും പരസ്പരം ഇടപഴകി വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് വളരെ ആസ്വദിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഓരോ വൃത്തും ഓരോ എയറും അവർ ആസ്വദിച്ചിട്ടാണ് എടുക്കുന്നതും. ആ ലോകത്ത് അവർ വളരെ ഹാപ്പിയാണ് അല്ലേ. അത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും എന്താണ്, പ്രഷർ തോട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ മനുഷ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം വിലപിക്കുകയാണ്, അദ്ദേഹം ദുഃഖത്തിലാഴ്ന്നു പോവുകയാണ്. കാരണം മനുഷ്യരോട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് അല്ലേ. അതുപോലെ മനുഷ്യൻ പ്രകൃതിയോട് നാച്ചറിനോട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് അദ്ദേഹം എന്താവുന്നു, ഒരു സൈഡിൽ ദുഃഖത്തിലാകുന്നുണ്ട്. ഓക്കെ, ഇതിലെ റൈമിംഗ് സ്കീമുകൾ ഏതൊക്കെയാണ്? സെന്റ്, ലാമന്റ്, പ്ലാൻ, മാൻ എന്നൊക്കെയാണ് അല്ലെ. വിഷ്വൽ ഇമേജസുകളോ, ഹെവൻ സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇമേജ് കിട്ടും. നാച്ചർ പ്രകൃതി, മാൻ മനുഷ്യൻ അല്ലെ, ഇതൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ. ഓഡിറ്ററി ഇമേജസ് ആണ്, വിലപിക്കുക അല്ലെ, ഒന്നങ്ങോട്ട് വിലപിച്ച് കരയുന്ന വിലപിക്കുന്ന ഒരു തേങ്ങലൊക്കെ നമുക്ക് എന്ത് ചെയ്യും അല്ലെ, ഒരാളിങ്ങനെ വിലപിക്കുമ്പോൾ നമുക്കൊരു തേങ്ങലും കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഓഡിറ്ററി ഇമേജ് ആണ് അല്ലെ. ദെൻ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് മക്കളെ. ഇഫ് ദീസ് ബിലീഫ് ഫ്രം ഹാവൻ ബി സെൻഡ്, എന്താണ് ഇഫ് ബിലീഫ് ഫ്രം ഹാവൻ ബി സെൻഡ്, അതെ ബി കാണുന്നുണ്ട് മക്കളെ, ബി ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ മക്കളെ. സോ അതെന്താണ്, അലിട്രേഷൻ ആണ് കേട്ടോ. എന്താണ് അലിട്രേഷൻസ്, ക്ലിയർ ആയല്ലോ. സോ എന്ത് ചെയ്യണം മക്കളെ, കവിത പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഇതിൻ്റെ മലയാളം മീനിങ്ങിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷ് പാർട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കേൾക്കുക കാണുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഇതിൻ്റെ ഈ അർത്ഥം വെച്ചിട്ട് തന്നെ നിങ്ങളിത് വായിക്കുക. വരികളുടെ മീനിങ്ങും വരികൾക്കുള്ളിലൂടെയുള്ള മീനിങ്ങും ഒക്കെ എന്ത് ചെയ്യുക, കവിത രണ്ട് രീതിക്ക് വായിക്കാം. വരികളുടെ മീനിങ് വായിക്കാം, വരികൾക്കുള്ളിലൂടെ ഒരു മീനിങ് ഉണ്ടാവും, വരികൾക്ക് അപ്പുറമുള്ള മീനിങ്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡെപ്തിൽ മനസ്സിലാക്കിയെടുത്ത് വായിക്കുക. അതുപോലെ പോയട്രി വേഴ്സസുകളൊക്കെ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പോയട്രി വേഴ്സസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ? സോ നമ്മുടെ മനോഹരമായിട്ട് പ്രകൃതിയെ ആയത്തിൽ അറിഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പോം അല്ലേ. ഈ പോമിൽ രണ്ട് തീം കാര്യങ്ങളാണ് മാറി മാറി വരുന്നത്. ഒന്ന് പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ലോകത്തെ വളരെ മനോഹരമായിട്ട് കവി എന്ത് ചെയ്തിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ. വേർഡ്സ്വർത്ത് ഒരു നാച്ചുറൽ പോയറ്റ് ആണെന്നുള്ള ഈ ഒറ്റ കവിതയിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. അദ്ദേഹം പ്രകൃതിയുടെ ആ ഒരു സന്തോഷം, അദ്ദേഹത്തിന് തരുന്ന സന്തോഷവും, പ്രകൃതിയിൽ എല്ലാവരും എങ്ങനെ മനോഹരമായിട്ടാണ് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം മനോഹരമായിട്ട് കാണിച്ചു. അതിനപ്പുറം അദ്ദേഹത്തെ സങ്കടത്തിലാക്കുന്നത് മനുഷ്യനോട് ചെയ്യുന്ന ആലോചിച്ചിട്ട്, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് അദ്ദേഹം എന്താവുന്നുണ്ട്, ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോകുന്നുണ്ട് അല്ലേ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത് കേട്ടോ. നന്നായിട്ട് വായിക്കുക. പോമാണ്, പോം എപ്പോഴും 2 or 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കാണണം കേട്ടോ. ക്ലാസ് 2 or 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം. സോ നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.